നമ്മുടെ ആർജിത കുട്ടി. So let's welcome ആർജിത on stage. ഹലോ. ഞാനും ആലോചിക്കാം എവിടെയായിരുന്നു മോളെ, എവിടെയായിരുന്നു ഞാന്. പക്ഷെ വേറൊരു കാര്യമുണ്ട് മീനുട്ടി, ഓരോ ദിവസം ഓരോ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് കൃത്യമായൊരു സ്ഥലം പറയാനില്ല. ഇവരൊക്കെ പോകുന്നതാണല്ലോ പ്രോഗ്രാമിന്, ഗായും ഒക്കെ പോകുന്ന. പലപ്പോഴും നമ്മൾ ഈ കുറെ ഷോസിന് പോകുമ്പോ ഓരോ ദിവസം ഉണരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എവിടാണെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നമ്മളൊന്ന് ചിന്തിക്കും. പിന്നെ മക്കളെ എങ്ങനുണ്ട്, അന്തരീക്ഷമൊക്കെ എങ്ങനുണ്ട്? രണ്ടുപേരും ഫ്രണ്ടി വന്ന് ഇരിപ്പുണ്ട്. അതെ അതെ, ഈ പാട്ടാകുമ്പോ വരും ഇപ്പൊ സ്ഥിരം. അത് മേലോട്ട് കയറി എവിടെ കേരള സ്റ്റേജിന്റെ മേലോട്ട് കേറണ നോക്ക്. മറ്റോ വരില്ലേ, വാടവിടെ. അവളും വെള്ള, ഇവളും വെള്ള, ഇവനും വെള്ള, അവനും വെള്ള. ചേട്ടാ അവൻ മയിൽപ്പീലിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറിയെന്ന്. അല്ല എന്താ ഇവിടെ എന്താ കാര്യം? ഞാൻ ആർജിത പാടാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നോക്കിയപ്പോ ഉണ്ട് ഒരുത്തൻ അവിടെ ഇന്നോണ്ട് ഇളിക്കുന്നു. നീ അമ്മയെ വേറെ ഒരുത്തൻ മയിൽപ്പീലിയും വെച്ചോണ്ടിരിക്കുന്നു. കിഷനാണോടാ നീ? കിഷൻ അല്ല എന്താ ഇവിടെ എന്താ CH സാറിനെ കാണാൻ വന്നതാണ്. എന്തൊരു സ്നേഹം. വൈശാഖ് സാറിനെ കാണാൻ വന്നതാണ്. എന്തൊരു സ്നേഹമാണ്. ഇവർ രണ്ടുപേരും ഒരേപോലെ വൈറ്റ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. എനിക്ക് അതാണ് അവൾ ഇവിടെയും വൈറ്റാ, അതുകൊണ്ടായിരിക്കും. ആകെ കള്ളലക്ഷണം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല കേട്ടോ. മാത്രമല്ല അവള് ശങ്കരൻ പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ശങ്കരനാണ് എന്റെ ഫ്രണ്ട്, ബാക്കി അവരൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞു. പിന്നെ എന്തിനാടാ എളിച്ച പയന്മാരെ ഇവിടെ വന്നു? സന്തോഷം കൊണ്ട് ചോദിക്കാം, സന്തോഷം കൊണ്ട് ചോദിക്കാം ഞാൻ. ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ക്രൂരമായിട്ട് പറയാന്ന് എന്തായാലും നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് പോയി ഒരു ഷേക്കാൻ്റെ കൊടുത്ത്. ഒരു സന്തോഷമായിട്ട് കൊടുറാ. നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ആർജിത വഴി കാണത്തില്ല, അതെന്താ എവിടെയും പോയി നിൽക്കും. അതെന്താ അങ്ങനെ? അടുത്ത ആളെ പാട്ട് ഹലോ, വരും. ആ മയിൽപ്പീലിയും കൊണ്ട് ഇവിടെ ഇരിക്കണം. മയിൽപ്പീലിയും കൊണ്ട് പെനാൽറ്റി അവിടെ ഇരിക്കും. എന്നിട്ട് ആദ്യം നിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാൻ പോണോ? മോളെ ഏത് പാട്ടാ പാടുന്നേ? ഞാൻ ഇന്ന് യാമിനി യാമിനി ബ്യൂട്ടിഫുൾ അതല്ല സോങ്. പിന്നെ യാമിനി, ഓ അത് കാമദേവന്റെ പ്രിയ കാമിനി. ഇത് ഏത് സിനിമയാണ്? ഇത് മോഹൻലാൽ സാർ വരെ സീസൺ 4 എടുത്തു പറഞ്ഞ ഒരു സിനിമ പേരാണിത്. അയ്യോ, മ്യൂസിക് ജി ദേവരാജൻ. ആയിക്കോട്ടെ. പിന്നെ ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. പാടിയത് പി സുശീലാമ്മ സഹായിച്ചിരിക്കുന്നു. മക്കളെ ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടോ. അതിന്റെ ഫീലില് ഒരു ടെൻഷനും ഇല്ല, അസലായിട്ട് പാടണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. Yeah.
ആർജിക്കുട്ടി 98 ഔട്ട് ഓഫ് 100. ആടി ഒരു 1 മോൻ പോക്കിട്ടേ.